ഹായ് എല്ലാവർക്കും നമസ്കാരം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കും. എനിക്ക് സുഖമില്ല. കാരണം ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 5-8 ദിവസമായി. ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോവുമായിരുന്നു ഊണ് കഴിച്ചിട്ട്. ആ സമയത്തായിരുന്നു ആക്സിഡൻറ്റ് നടന്നത്. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ തിരിച്ചു. അപ്പോൾ അതിന് ഹാൻഡിൽ പോയി തട്ടിയിട്ട് അങ്ങനെ ഷൂ ഇട്ടത് കൊണ്ട് മതിലിന് പോയി ചവിട്ടിയിട്ട് കാലിൻ്റെ കാലെനിക്ക് ക്യാമറയിൽ ഇത് ഈ രണ്ട് വിരലിൻ്റെ ഇടയിലെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊബൈൽ ഫോണൊക്കെ പോയി, ഒക്കെ പോയി, വർക്ക് ചെയ്യുന്നില്ല സിറ്റുവേഷൻ. കുറേ നാളായി വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞു ആവാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ലവരായ എൻ്റെ നല്ല സുഹൃത്തുക്കൾ അത് കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എവരിബഡി ബോൺ ന്യൂ ബേബി, നല്ലൊരു പെൺകുട്ടി. മോൾക്കൊരു പേരൊക്കെ ഇട്ട് 20 ദിവസം കഴിഞ്ഞ് പേരൊക്കെ ഇട്ടു. ധ്വനി എന്നാണ് പേരിട്ട. മോൻ്റെ പേര് ധ്യാൻ സുരേഷ്, മോളുടെ പേര് ധ്വനി സുരേഷ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഓപ്പറേഷനായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാനുള്ളത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. 3 പേര് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് 100% ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആരൊക്കെ 0% ആയി. എന്താ പറയുക, കാല് നിർത്തി വയ്ക്കാൻ പറ്റില്ല, നീരാണ് ഇരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മളൊരു ജസ്റ്റ് വൈദ്യുതി കണ്ടിട്ട് ഒരു കെട്ടൊക്കെ കെട്ടി. പക്ഷെ നടന്നില്ല. കാല് നീര് കൂടിയപ്പം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇത് ചെയ്തു, എക്സ്റേ എടുത്തു. ഞാൻ അങ്ങോട്ട് നോക്കുന്ന കാര്യമല്ല, മോളവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് കുളിക്കാൻ പോയിരിക്കുക. മോനുണ്ട് അവിടെ, മോളെ കളിക്കുന്നു. മോളെ സ്കൂൾ വിട്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ അവനെ കൊണ്ട് പോരാനും കൊണ്ടുവരാനും ഒരാളില്ലാതെ, അതുകൊണ്ടൊരു പ്രശ്നം. ഇവിടെ വിടാൻ പറ്റുന്ന ഒരാളൊന്നും ഇല്ല ഇവിടെ. ഞാൻ ഹെൽപ്പിന് ആരും ഇല്ലായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് ഡെലിവറിയൊക്കെ എങ്ങനെയൊക്കെയോ നടന്നു എന്ന് തന്നെ പറയാം. പ്രശ്നം കാര്യങ്ങളായിരുന്നു. ആ ദിവസത്തേക്ക് മാത്രം ഒരു 7 ദിവസത്തേക്ക് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്തത് അവർ വളരെ നന്ദിയുണ്ട്. അത് നമ്മൾ എന്നെ കഴിയുന്ന ഒരു സഹായമൊക്കെ ഞാൻ ചെയ്തു. അത്രേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഞാനൊരു കടയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. സത്യം ഒരു പണം. പിന്നെ കാര്യം ഇപ്പോൾ നമ്മൾ താമസിക്കാൻ നമ്മളെ തറവാട് വീട്ടിലേക്ക് തൽക്കാലമുണ്ട്. അതിനും അത് ഹസ്ബൻഡിന് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയും കൂടെ അവിടെ പോയിരിക്കുക. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. എക്സ്റേൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി നമ്മൾ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുത്തപ്പം 2 എല്ല് പൊട്ടിയിരിക്കുന്നു. അപ്പം തന്നെ അവർ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരത്തേക്കാക്കി. അങ്ങനെ പിറ്റേ ദിവസം പോയി ഒരു 3-4 മണിക്കൂർ കൊണ്ട് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കുടുംബം പോലെ നിൽക്കുന്ന എൻ്റെ സ്ഥാപനത്തിലെ ഓണറും വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ആ നിറഞ്ഞ മനസ്സിന് ഞാൻ അപ്പം എപ്പോഴും
എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്നെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇത്തിരി പോലും താഴത്തിടാതെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നും മോചനം നേടിത്തന്നു. കാരണം ഡെലിവറി ടൈമിൽ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് എന്നെ അവർ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അവർക്കറിയാം നമ്മളവിടെ കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അവർ എന്നെ വേണ്ട, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ബോസിനോടും അതുപോലെ തന്നെ ഫുൾ ഇൻചാർജ് നമ്മുടെ സ്വന്തം ചേട്ടനും കൂട്ടുകാരനും എല്ലാം ആയിട്ടുള്ള ബൈജേട്ടനോടും പേര് തന്നെ പറയാം, ബൈജേട്ടനോടും ഒരുപാട് നന്ദി. കാരണം കളി തമാശയോടുകൂടിയും കാര്യങ്ങൾ വലിയ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു തമാശ രീതിയിൽ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് തരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി. കാരണം ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയുക, അത് വല്ലാതെ സിറ്റുവേഷനാണ്. വണ്ടി ഇവിടെ ഉണ്ട്, വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. കാരണം എനിക്ക് വണ്ടി ഇപ്പോൾ എടുക്കാനൊന്നും പറ്റുന്നില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒറ്റക്കാലിൽ പോകണം, ആ സിറ്റുവേഷൻ. കാരണം നടക്കാൻ കുറച്ച് പ്രശ്നമാണ്. നിങ്ങളെല്ലാവരും ഒരു പിന്നെ നല്ലൊരു കാര്യം, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് 501 സബ്സ്ക്രൈബേഴ്സായി. ആ ഒരു സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് പറയാം. അപ്പോൾ